എക്സലൻറ്റ് ഗെറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സലിൽ ഒരുപാട് വരികളും കോളങ്ങളുമുള്ള വളരെ വലിയ ഡേറ്റാ സെറ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് മറ്റൊന്നുമല്ല, എക്സലിലെ ഫ്രീ സ്പെയിൻസ് എന്ന ഓപ്ഷനാണ്. ഈ ഒരു ഡേറ്റാ സെറ്റ് നോക്കുക. മലയാളത്തിലെ മുൻനിര നടന്മാർ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും ലിസ്റ്റാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ സിനിമ റിലീസായ വർഷം, രണ്ടാമത്തെ കോളത്തിൽ സിനിമയുടെ പേര്, പിന്നീട് റോൾ, ഡയറക്ടർ, ലാംഗ്വേജ്, പിന്നീട് നടൻ്റെ പേര്. ഏതാണ്ട് 1000-ലധികം വരികളിലായിട്ട് ഡേറ്റ ഉണ്ട് ഇവിടെ. ഇനി ഈ ഡേറ്റാ സെറ്റിലെ താഴെയുള്ള വരികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കുക, ഇവിടെ ഉണ്ടായിരുന്ന കോളം ഹെഡറുകൾ മറഞ്ഞത് കാണാം. ഇയർ, ടൈറ്റിൽ, റോൾ, ഡയറക്ടർ എന്നീ കോളം ഹെഡറുകൾ. ഒരു ഡേറ്റാ സെറ്റിൽ താഴെയുള്ള വരികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള വരികളെ വിസിബിളാക്കി നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള വരികളെ ലോക്ക് ചെയ്യാനാണ് എക്സലിലെ ഫ്രീ സ്പെയിൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഈ കാണുന്ന കോളം ഹെഡറുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന വരിയെ ലോക്ക് ചെയ്യാനായിട്ട് ഈ രണ്ടാമത്തെ വരിക്ക് തൊട്ടടുത്ത വരി സെലക്ട് ചെയ്യുക. വ്യൂ ടാബിൽ പോവുക, ഫ്രീ സ്പെയിൻസ്, ഒരു തവണ കൂടി ഫ്രീ സ്പെയിൻസ്. നോക്കുക, രണ്ടാമത്തെ വരിക്ക് ശേഷം ഒരു ഡാർക്ക് ലൈൻ വന്നത് കാണാം. ഇനി ഡേറ്റാ സെറ്റിലെ താഴെയുള്ള വരികളിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ലോക്ക് ചെയ്ത വരികൾ വിസിബിളായിട്ട് നിൽക്കുന്നത് കാണാം. ഇനി ഈ വരികളെ അൺലോക്ക് ചെയ്യാനായിട്ട് ഫ്രീ സ്പെയിൻസ്, അൺഫ്രീ സ്പെയിൻസ്. ഇങ്ങനെ വരികളെ മാത്രമല്ല കോളങ്ങളെയും നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡേറ്റാ സെറ്റ് നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ 2018 ജനുവരി മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള സെയിൽസ് ഫിഗറുകളാണ് ഈ കാണുന്നത്. ഇനി ആദ്യത്തെ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സൺസിൻ്റെ പേരുകൾ കാണാം. ഇനി ഈ ഡേറ്റാ സെറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ സെയിൽസ് പേഴ്സൻ്റെ 2020 നവംബർ മാസത്തെ സെയിൽസ് ഫിഗർ കണ്ടെത്തണമെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ ഈ സെയിൽസ് ഡേറ്റയിൽ നമ്മൾ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സൺസിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഹൈഡ് ചെയ്യപ്പെട്ടത് കാണാം. സോ അത് ഒഴിവാക്കാനായിട്ട് സെയിൽസ് പേഴ്സൺസിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളത്തിനെ ഫ്രീസ് ചെയ്യാനായിട്ട് ഈ കോളത്തിന് തൊട്ടടുത്തുള്ള കോളം സെലക്ട് ചെയ്യുക. ഫ്രീ സ്പെയിൻസ്, ഒരു തവണ കൂടി ഫ്രീ സ്പെയിൻസ്. നോക്കുക, ലോക്ക് ചെയ്ത കോളത്തിന് ശേഷം ഒരു ഡാർക്ക് ലൈൻ വന്നത് കാണാം. ഇനി ഈ ഡേറ്റയിൽ വലതുവശത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്ത കോളം വിസിബിളായിട്ട് നിൽക്കുന്നത് കാണാം. നവംബർ മാസത്തെ സെയിൽസ് ഫിഗറുകളാണ് ഈ കാണുന്നത്. ഇനി ഈ കോളത്തിനെ അൺലോക്ക് ചെയ്യാനായിട്ട് ഫ്രീ സ്പെയിൻസ്, അൺഫ്രീ സ്പെയിൻസ്. ഇനി വരികളെയും കോളങ്ങളെയും ഒരുമിച്ച് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും മറ്റൊരു ഡേറ്റാ സെറ്റ്. ഏതാണ്ട് 300-ലധികം വരികളിലും അതുപോലെ തന്നെ 20-ലധികം കോളങ്ങളിലുമായിട്ട് ഡേറ്റ ഉണ്ട് ഇവിടെ. ഇനി ഈ ഡേറ്റയിൽ നിന്നും ഈ കാണുന്ന ഓരോ ഓർഡറും പ്ലേസ് ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ ഷിപ്പ് ചെയ്ത ഡേറ്റും കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ ഈ കോളം ഹെഡറുകളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോളം ഹെഡറുകൾ വിസിബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കോളങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ കോളങ്ങളെയാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നതെങ്കിൽ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കോളങ്ങൾ ഇവിടെ കാണും. പക്ഷേ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോളം ഹെഡറുകൾ മറഞ്ഞത് കാണാം. സോ നമ്മൾക്ക് ആവശ്യമുള്ള വരികളെയും കോളങ്ങളെയും ഒരുപോലെ ലോക്ക് ചെയ്യാനായിട്ട് ലോക്ക് ചെയ്യേണ്ടുന്ന വരികൾക്കും ലോക്ക് ചെയ്യേണ്ടുന്ന കോളങ്ങൾക്കും തൊട്ടടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഫ്രീ സ്പെയിൻസ്, ഒരു തവണ കൂടി ഫ്രീ സ്പെയിൻസ്. നോക്കുക, ലോക്ക് ചെയ്യപ്പെട്ട വരികൾക്കും അതുപോലെ തന്നെ ലോക്ക് ചെയ്യപ്പെട്ട കോളങ്ങൾക്കും ശേഷം ഡാർക്ക് ലൈൻസ് വന്നത് കാണാം. ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കോളം ഹെഡറുകൾ വിസിബിളാണ്. അതുപോലെ തന്നെ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കോളങ്ങളും വിസിബിളാണ്.
ഓർഡർ പ്ലേസ് ചെയ്ത ഡേറ്റുകൾ, അതുപോലെ തന്നെ ഷിപ്പ് ചെയ്ത ഡേറ്റുകൾ. ഇനി വരികളെയും കോളങ്ങളെയും അൺലോക്ക് ചെയ്യാനായിട്ട് ഫ്രീസ് പെയിൻസ്, അൺഫ്രീസ് പെയിൻസ്. എക്സലിലെ ഫ്രീസ് പെയിൻസ് എന്ന ഓപ്ഷനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.